നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമം പൊതുജനപ്രവേശനം നിയന്ത്രണ വിധേയം. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് കുഞ്ഞടക്കം 2 വേർപാടുകൾ. ഷാജൻ സ്കറിയയ്ക്ക് വേതനമേറ്റ സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സൗദിയിൽ നിയമലംഘകർക്കെതിരെ പരിശോധന. ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ടെത്തിയത് 20,319 കേസുകൾ. വാർത്തകൾ വിശദമായി. ആഗോള അയ്യപ്പ സംഗമം പൊതുജനപ്രവേശനം നിയന്ത്രണ വിധേയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 20-ന് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം നിയന്ത്രിതം. പേര് വെർച്വൽ ക്യൂ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരെയാണ് പ്രവേശനത്തിന് പരിഗണിക്കുക. 3 വർഷത്തിനിടെ ചുരുങ്ങിയത് 2 തവണ ദർശനം നടത്തിയിരിക്കണം. തിരഞ്ഞെടുത്ത ഭക്തർക്ക് ദേവസ്വം ബോർഡ് ക്ഷണക്കത്ത് നൽകാൻ ആരംഭിച്ചു. 500 വിദേശ പ്രതിനിധികളെ ക്ഷണിക്കുന്നുണ്ട്. സമുദായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ക്ഷണമുണ്ടാവും. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് കുഞ്ഞടക്കം 2 വേർപാടുകൾ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുഞ്ഞും സ്ത്രീയും മരിച്ചു. മലപ്പുറം കണ്ണമംഗലം ചേറൂർ കാപ്പിൽ സ്വദേശിയായ 52-കാരിയായ റംല, കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദീഖിന്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവരാണ് മരിച്ചത്. ജൂലൈ 7-നാണ് റംലയ്ക്ക് രോഗലക്ഷണങ്ങൾ കണ്ടത്. പിന്നീട് വേങ്ങര, തിരൂരങ്ങാടി എന്നിവിടങ്ങളിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇവരെ കഴിഞ്ഞ മാസം 5-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. അതിനിടെ റംലയ്ക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായാണ് ഡോക്ടർമാർ അറിയിച്ചത്. അബൂബക്കർ സിദ്ദീഖിന്റെ 3 മാസം പ്രായമായ കുഞ്ഞ് കഴിഞ്ഞ 28 ദിവസങ്ങളായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഈ കുഞ്ഞിന് പ്രതിരോധ ശേഷി കുറവായിരുന്നതായാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിൽ 10 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഷാജൻ സ്കറിയയ്ക്ക് വേതനമേറ്റ സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. യൂട്യൂബ് ചാനൽ മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയെ മർദ്ദിച്ച സംഘത്തിലെ 4 പേരെ അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ നിന്നാണ് പ്രതികളെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ഷാജൻ സ്കറിയ തിരിച്ചറിഞ്ഞു. മിനിഞ്ഞാന്നാണ് ഇടുക്കി തൊടുപുഴ മങ്ങാട്ടുകരയിൽ വെച്ച് വാഹനങ്ങൾ തട്ടിയതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച തർക്കം കയ്യാങ്കളിയിലേക്ക് മാറി ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റത്. അക്രമത്തിന് പിന്നിൽ CPIM ആണെന്ന് ഷാജൻ സ്കറിയ ആരോപിച്ചു. സൗദിയിൽ നിയമലംഘകർക്കെതിരെ പരിശോധന. ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ടെത്തിയത് 20,319 കേസുകൾ. 20,319 നിയമലംഘകരെ ഒരാഴ്ചയ്ക്കുള്ളിൽ പിടികൂടി സൗദി അറേബ്യ. ഇതിൽ 2,547 പേർ സ്ത്രീകളാണ്. തൊഴിൽ, താമസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവരെയാണ് പിടികൂടിയത്. 12,891 പേർ താമസ നിയമം ലംഘിച്ചവരാണ്. 3,540 പേർ തൊഴിൽ നിയമ ലംഘകരാണ്. 3,888 പേർ അതിർത്തി സുരക്ഷ ലംഘിച്ചവരാണ്. അനധികൃതമായി സൗദിയിലേക്ക് അതിർത്തി കടക്കാൻ ശ്രമിച്ച 1,238 പേരാണ് പിടിക്കപ്പെട്ടത്. ഇവരിൽ 50% യമൻകാരും 49% എത്യോപ്യക്കാരുമാണ്. സൗദിയിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ച 22 പേർ പിടിക്കപ്പെട്ടു. നിയമങ്ങൾ ലംഘിച്ചവരെ സഹായിച്ച 16 പേരും പിടിയിലായിട്ടുണ്ട്. വിദേശികളായ 1,786 വരെ മടക്കി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 11,279 പേരെ നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് യുവതിയുടെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ. കോഴിക്കോട് യുവതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത് കൊലപാതകമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ. അത്തോളി സ്വദേശിയായ ആയിഷ റഷിയെ ഇന്നലെ രാത്രി 8:30-യോടെയാണ് ആൺസുഹൃത്തായ ബഷീറുദ്ദീന്റെ എരഞ്ഞിപ്പലത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. മംഗലാപുരത്ത് വിദ്യാർത്ഥിയായ ആയിഷ 3 ദിവസം മുമ്പാണ് ജിം ട്രെയിനറായ ബഷീറുദ്ദീന്റെ വീട്ടിൽ എത്തിയതെന്ന് പറയുന്നു. ബഷീറുദ്ദീനും ആയിഷയും ലിവിംഗ് ടുഗദർ ആണെന്നും ബഷീറുദ്ദീൻ ആയിഷയെ മർദ്ദിക്കാറുണ്ടെന്നുമാണ് ആയിഷയുടെ ബന്ധുക്കളുടെ ആരോപണം. ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി ആയിഷയും ബഷീറുദ്ദീനും തമ്മിൽ തർക്കം നടന്നതായും പറയുന്നു. ബഷീറുദ്ദീൻ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലാണ്. രഹസ്യ അറയിൽ ശേഖരിച്ചു സൂക്ഷിച്ച മദ്യം കണ്ടെടുത്തു. ഓണവിൽപ്പന ലക്ഷ്യമിട്ട് വീട്ടിനുള്ളിൽ രഹസ്യ അറയുണ്ടാക്കി ശേഖരിച്ചു വെച്ചിരുന്ന മദ്യം കണ്ടെടുത്തു. 102 കുപ്പി മദ്യമാണ് എക്സൈസ് കണ്ടെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ബാലരാമപുരം ഇടുവയിൽ നിന്നാണ് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ മദ്യം കണ്ടെടുത്തത്. വാഹനാപകടം. വലത് കൈ മുറിഞ്ഞുപോയ അധ്യാപിക മരണപ്പെട്ടു. അജ്ഞാത വാഹനമിടിച്ച് കൈ മുറിഞ്ഞുപോയ കോളേജ് അധ്യാപിക മരിച്ചു. പാലക്കാട് ചക്കാന്തറ സ്വദേശി ആൻസിയാണ് മരിച്ചത്. ഇവരുടെ വലത് കൈ അപകടത്തിൽ മുട്ടിനു താഴെ വെച്ച് മുറിഞ്ഞുപോയി. കഞ്ചിക്കോട് വെച്ച് ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. കോയമ്പത്തൂരിലെ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ആൻസി. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപം വെച്ച് അജ്ഞാത വാഹനമിടിച്ച് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ആൻസി തെറിച്ചു വീഴുകയായിരുന്നു. സ്കൂട്ടറിന്റെ മുൻഭാഗം അപകടത്തിൽ പൂർണ്ണമായും തകർന്നു.
ആനയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന പാപ്പാൻ മരിച്ചു. ആനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലായിരുന്ന പാപ്പാൻ മരിച്ചു. അടൂർ തെങ്ങമ്മം സ്വദേശി 52-കാരനായ മുരളീധരൻ നായരാണ് മരിച്ചത്. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കൊമ്പന്റെ ആക്രമണത്തിലാണ് മുരളീധരൻ നായർക്ക് കുത്തേറ്റിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ക്രിമിനൽ സംഘത്തെ പിടികൂടി. കുട്ടികളടക്കം തമിഴ്നാട്ടിൽ നിന്നുള്ള 5-അംഗ ക്രിമിനൽ സംഘത്തെ പിടികൂടി. തിരുവനന്തപുരത്ത് നിന്നാണ് മധുരൈ ജയന്തപുരം സ്വദേശികളെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ വർക്കലയിൽ നിന്ന് കണ്ടെത്തി പിടികൂടിയത്. ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കടന്ന സംഘത്തെ പാപനാശത്തെ റിസോർട്ടിൽ നിന്നാണ് പിടികൂടിയത്. ഇവരെ തമിഴ്നാട് പോലീസിന് കൈമാറി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ലേഡീസ് ഓൺലി ഹോം സ്റ്റേ കള്ളൻ പിടിയിലായി. സ്ത്രീകൾ മാത്രം താമസമുള്ള ഹോം സ്റ്റേകളിൽ മോഷണം പതിവാക്കിയിരുന്നയാളെ പിടികൂടി. ചേരാനല്ലൂർ ഇടയക്കുന്നം സ്വദേശി 24-കാരനായ സനീഷിനെയാണ് പിടികൂടിയത്. മങ്കി ക്യാപ്പിട്ട് മോഷണം നടത്തിയിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ വൈകി. ആസ്റ്റർ ആശുപത്രി ജീവനക്കാരി വാടകയ്ക്ക് താമസിക്കുന്ന ചിറ്റൂരിലെ വീട്ടിൽ കഴിഞ്ഞ 18-ന് നടത്തിയ മോഷണത്തിലാണ് സനീഷ് കുടുങ്ങിയത്. മലപ്പുറം കവർച്ച. കൊട്ടേഷൻ സംഘാംഗങ്ങൾക്ക് ലഭിച്ച പ്രതിഫല തുക കണ്ടെടുത്തു. മലപ്പുറത്ത് കാർ ആക്രമിച്ച് കവർച്ച നടത്തിയ കൊട്ടേഷൻ സംഘാംഗങ്ങൾക്ക് ലഭിച്ച പ്രതിഫല തുക തെളിവെടുപ്പിൽ കണ്ടെടുത്തു. കഴിഞ്ഞ മാസം 14-ന് തെയ്യാലയിൽ വെച്ച് കാർ തടഞ്ഞു നിർത്തി ഭൂമി ഇടപാട് നടത്തി മടങ്ങുകയായിരുന്ന ഹനീഫ എന്നയാളുടെ കൈവശമുണ്ടായിരുന്ന പണമാണ് കൊട്ടേഷൻ സംഘം കവർന്നിരുന്നത്. പ്രതികളായ നവാസിന്റെ വീട്ടിൽ നിന്ന് 5 ലക്ഷവും രജീഷിന്റെ വീട്ടിൽ നിന്ന് 2 ലക്ഷവും അബ്ദുൾ കരീമിന്റെ വീട്ടിൽ നിന്ന് 6 ലക്ഷവും അന്വേഷണ സംഘം കണ്ടെടുത്തു. നവാസിന്റെ വീട്ടിലെ പട്ടിക്കൂട്ടിൽ നിന്നാണ് 5 ലക്ഷം രൂപ കണ്ടെടുത്തത്. ലൈംഗിക പ്രദർശനവും. യുവാവ് അറസ്റ്റിൽ. ഫോർട്ട് കൊച്ചിയിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ കടന്നുപിടിക്കുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത യുവാവ് അറസ്റ്റിൽ. നസ്രത്ത് സ്വദേശി ഡാറിൽ ഡിസൂസയാണ് പിടിയിലായത്. കടയിലേക്ക് പോകുകയായിരുന്ന 11-കാരിക്ക് നേരെയാണ് ഇയാൾ ലൈംഗിക അതിക്രമത്തിന് മുതിർന്നത്. വൈദ്യപരിശോധന നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഇയാളെ റിമാൻഡ് ചെയ്തു. സ്കൂട്ടറിൽ നിന്ന് വീണ യുവാവിന് ബസ്സിനടിയിൽപ്പെട്ട് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ യുവാവിന് ബസ് കയറി ദാരുണാന്ത്യം. തൃശൂർ ആറാട്ടുപുഴ സ്വദേശിയായ 24-കാരൻ മിഥിലാജാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കാർത്തിക ജംഗ്ഷന് തെക്ക് ഭാഗത്ത് വെച്ച് ബസ് സ്റ്റാൻഡിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ കടലാക്രമണം മൂലം റോഡിലേക്ക് കയറിക്കിടന്നിരുന്ന മണലിൽ കയറിയാണ് സ്കൂട്ടർ നിയന്ത്രണം വിട്ടത്. റോഡിലേക്ക് വീണ യുവാവിന്റെ ദേഹത്തുകൂടി സ്വകാര്യ ബസ് കയറിയാണ് മരണം സംഭവിച്ചത്. അംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകി ഒറ്റപ്പാലം അർബൻ ബാങ്ക്. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതം വിതരണം സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ അധ്യക്ഷനായി. പ്രീസ ഫുഡ് പ്രോഡക്ട്സ് ഉടമകളായ ശിവപ്രിയയും ശ്രീജിത്തും ആദ്യ ലാഭവിഹിതം ഏറ്റുവാങ്ങി. ബാങ്ക് ഡയറക്ടർമാരായ KP സുധീർ, M വിജയൻ, PK ഗംഗാധരൻ, T സുനിൽ, പ്രധാന ശാഖാ മാനേജർ PK ശാന്തി, M ഗോപാലകൃഷ്ണൻ, PK ദേവസി എന്നിവർ സന്നിഹിതരായി. മാനേജിംഗ് ഡയറക്ടർ M രാമനുണ്ണി സ്വാഗതവും ജനറൽ മാനേജർ KS ഉജ്വൽ നന്ദിയും പറഞ്ഞു. 1,14,72,533 രൂപയാണ് ഇത്തവണ ലാഭവിഹിതമായി നൽകുന്നത്. നിർധന കുടുംബങ്ങൾക്ക് ഓണസമ്മാനമായി
കിറ്റ് നൽകി. നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. പാലക്കാട് രാമനാഥപുരം NSS കരയോഗമാണ് മാതൃകാപരമായ ക്ഷേമ പ്രവർത്തനം സംഘടിപ്പിച്ചത്. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് CK. ഉല്ലാസ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഭരണസമിതി അംഗം P. സന്തോഷ് കുമാർ, രമേശ് അല്ലത്ത്, വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ്, E. ചന്ദ്രശേഖർ, M. സേതുമാധവൻ, പ്രശാന്ത് P. പ്രവീൺ, K. പ്രീജിത്ത്, K. രവീന്ദ്രൻ, സുനിൽ മേനോൻ, അഡ്വക്കേറ്റ് സുഗതകുമാർ, TS ഗീത, സുഹാസിനി, R. മഞ്ജു വിനോദ്, ഗീത ഉണ്ണികൃഷ്ണൻ, നിർമ്മല S. നായർ, ശോഭ ബാലചന്ദ്രൻ, ഡോക്ടർ വാസന്തി മനോജ്, പ്രിയാജ് പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ സ്വാഗതവും വനിതാ സമാജം സെക്രട്ടറി ഷൈജ ഉല്ലാസ് നന്ദിയും പറഞ്ഞു. 200ഓളം കുടുംബങ്ങൾക്കാണ് ഓണത്തിന്റെ ഭാഗമായി രാമനാഥപുരം NSS കരയോഗം കിറ്റുകൾ വിതരണം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഗോള അയ്യപ്പ സംഗമം പൊതുജന പ്രവേശനം നിയന്ത്രണ വിധേയം. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് കുഞ്ഞടക്കം 2 വേർപാടുകൾ. ഷാജസ്കറിയയ്ക്ക് പതനമേറ്റ സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സൗദിയിൽ നിയമലംഘകർക്കെതിരെ പരിശോധന, ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ടെത്തിയത് 20,319 കേസുകൾ. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.